ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് വിജയുടെ തലപതി 65നെ കുറിച്ച് ചെറിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. AR മുരുകദാസ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിൽ വിജയ് 2 വേഷങ്ങളിലാണ് എത്തുന്നതെന്ന് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊരാൾ CBI ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ഒരുപാട് നായികമാരുടെ പേര് കേട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ റീസെന്റ് ആയിട്ട് കേൾക്കുന്നത് പൂജ ഹെഡ്ജിയും രശ്മിക മന്ദാനയുമാണ് തലപതി 65ൽ നായികമാരായി എത്തുക എന്നാണ്. എന്തായാലും ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തതായി പ്രഭാസിന്റെ 21ാമത് ചിത്രത്തെ കുറിച്ച് ഒരു അപ്ഡേറ്റ് ആണ്. മഹാനടി എന്ന ചിത്രം ഒരുക്കിയ നാഗ് അശ്വിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന പ്രഭാസിന്റെ 21ാമത് ചിത്രത്തിൽ ബോളിവുഡ് നടൻ അമിതാഭ് ബച്ചനും പ്രധാന വേഷത്തിലെത്തുന്നു. പ്രഭാസ് തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ദീപിക പദുക്കോണാണ് ഈ ഒരു ചിത്രത്തിൽ പ്രഭാസിന്റെ നായികയായിട്ട് എത്തുന്നത്. 3ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് സയൻസ് ഫിക്ഷൻ ത്രില്ലറാണ് ഈ ഒരു ചിത്രം. 2023 ചിത്രം പ്രദർശനത്തിന് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം. അടുത്തതായി പൃഥ്വിരാജിന്റെ കരിയറിൽ വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രമായി അനൗൺസ് ചെയ്തൊരു മൂവിയായിരുന്നു കാളിയൻ. ഈ ഒരു ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് നടന്നിട്ട് 2 വർഷം പിന്നിടുകയാണ്. എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചതായിട്ടുള്ള യാതൊരു വാർത്തകളും ഇതുവരെയായും വന്നിട്ടില്ല. ഇതോടെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ ഒരു ചിത്രം ഉപേക്ഷിച്ചു എന്ന തരത്തിൽ ആരാധകർക്ക് സംശയവും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ നിർമ്മാതാവായ രാജീവ് ഗോവിന്ദൻ ഈ ഒരു സിനിമ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കമന്റിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ചിത്രീകരണം 2021 ആരംഭിക്കുക. അതുപോലെ തന്നെ സത്യരാജും ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു. ഇനി നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത് ചലച്ചിത്ര പ്രേമികൾക്ക് സന്തോഷ വാർത്തയുമായി സംവിധായകൻ ജെയിംസ് കാമറൂണിന്റെ വെള്ളിത്തിരയിലെ വിസ്മയമായ അവതാറിന്റെ 2ാം ഭാഗത്തിന്റെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ്. ന്യൂസിലാൻഡ് ആയിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.